ഇതെന്തോ ഇലയാണോ മരമാണോ? ഞാൻ പറയും ഇത് ഇലയാണെന്ന് പറയും, അപ്പോൾ നിങ്ങൾ പറയും മരമാണോ. പക്ഷെ ഇത് മരമാണ്, ഇത് ഇലയാണ്. ഇതുപോലെയാണ് ചില ആൾക്കാർ സംസാരിക്കുന്നത്. ഒറ്റയടിക്കേണ്ട കാര്യത്തിലേക്ക് കിടക്കാൻ ഈ വീഡിയോ ആദ്യം കണ്ടിട്ട് നമുക്ക് വിഷയം. ആശയപരമായ ചർച്ചകൾ മുസ്ലിങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നു എന്നതല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നൊക്കെ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? നമ്മൾ ആരെ കളവാക്കിയെന്ന് ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയത്തുള്ളൂ കേട്ടോ. നമുക്കൊന്നും കഴിയില്ല. ആ മുസ്ലിമിനെ കാട്ടിയും പിഴച്ചത് മുസ്ലിമാണെന്ന്. മുസ്ലിം സമൂഹത്തിനോട് മുസ്ലിം നാമധാരികളായ ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ ശബ്ദം ശ്രവിക്കുന്നത്. അവരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്? വല്ലാഹി ഞാനും നിങ്ങൾ പടച്ച റബ്ബിനെ ഇട്ട് സത്യം ചെയ്തിട്ട് 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഞാനും നിങ്ങൾ മുസ്ലിം അല്ല എന്ന് പറയുമ്പോൾ ചോറ് തിന്നൊരു മുസ്ലിം ഈ കൂട്ടത്തിൽ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമോ? കഴിയില്ല. ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇവരെയൊക്കെ എന്താ നമ്മൾ പറയേണ്ടത്. എന്നിട്ട് ഈ വിഷയത്തിനെ ന്യായീകരിച്ചിട്ടാണ് റഫീഖ് സലഫി എന്ന ഈ പുരോഹിതൻ കടന്നു വരുന്നത്. അദ്ദേഹം പറയുന്നത് സലഫികളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ സുന്നികൾ പറയുകയാണെന്ന്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത്? നമുക്കങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇനി നിങ്ങൾ പറയും ഈ വിഷയത്തിൽ കള്ളം പറഞ്ഞത് ആരാ? ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ഇവർക്ക് തന്നെ ഒരു ഒത്തൊരുമയില്ലാത്ത ജീവിതം എന്നാണ് ഞാൻ പറയുന്നത്. മറിച്ച് ഇവരെ പോലെയുള്ള ആളുകൾ മുമ്പോട്ട് വെക്കുന്ന ഓരോ വാക്കുകളും എത്രത്തോളം സുന്നികളെന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തിനെ തന്നെ മോശമാക്കി ചിത്രീകരിക്കുമ്പോൾ ഇവരൊക്കെ എന്തിനാണ് മുസ്ലിം നാമധാരികളാണ്, മുസ്ലിം വേഷധാരികളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എന്തിനാണ്? ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം. ഇൻഷാ അല്ലാഹ്.